ഗുഡ് മോർണിംഗ് ബിനു. ഗുഡ് മോർണിംഗ്. നാളെ മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്. അതെ. എന്തൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ? ശരിക്കും പ്രിയനെ കാണുമ്പോൾ ഇപ്പോൾ താടിയൊക്കെ വെച്ച് മോഹൻലാലിൻ്റെ സ്റ്റൈലിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പം ഇവിടെ കേരളത്തിൽ ഒരു ആഘോഷം തന്നെയാണ് എപ്പോഴും. നമുക്കറിയാമല്ലോ, ചാനലുകളാണെങ്കിലും എല്ലാം സ്റ്റോറികൾ ചെയ്യും. നമ്മൾ ചാനലിലായിരുന്ന സമയത്തൊക്കെ തലേന്ന് സ്റ്റോറികൾ ചെയ്തു വെക്കും. പിന്നെ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തി ഫോണിൽ വിളിക്കും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇത്തവണയും അത്തരത്തിൽ ഒക്കെ ആകാനാണ് സാധ്യത. പക്ഷേ ഇത്തവണ മമ്മൂക്ക കുറച്ച് രോഗത്തിൻ്റെയൊക്കെ ഇതായിരുന്നത് മാറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ ഇച്ചാക്കയ്ക്ക് അത്ര വയ്യാത്തത് കൊണ്ട് വലിയൊരു ആഘോഷപൂർവ്വം നടത്തുന്നില്ല എന്ന രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴും മോഹൻലാലിനൊപ്പം ഭാര്യ സുചിത്രയും ഉണ്ട്. പണ്ട് നമ്മളൊരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കാണില്ലായിരുന്നു. ഇപ്പം അദ്ദേഹം വിവാഹ വാർഷികത്തിനും ഭാര്യയുടെ ബർത്ത്ഡേക്കും അതോടൊപ്പം ശബരിമലയിൽ പോയപ്പോഴും ഭാര്യയ്ക്കും മമ്മൂക്കയ്ക്കുമാണ് അവിടെ വഴിപാട് നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ ഭാര്യയുമായി കൂടുതൽ സ്നേഹത്തോടെ ഇപ്പം മോഹൻലാൽ പോവുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം താടി നന്നായി ട്രിം ചെയ്തു. ഇനി ഒരു ഷേവ് ചെയ്ത മുഖത്തോടെ നമുക്ക് കാണാൻ കഴിയും. സത്യനന്ദിക്കാടിൻ്റെ പടമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും തുടരും നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും ഓടുകയാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടി ഈ എമ്പുരാൻ വന്നപ്പോൾ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. കാരണം അദ്ദേഹം ഒരുപാട് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. സ്വന്തം തൊഴിലിനോട് അമിതമായ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിപ്പോൾ ഒരു മാധ്യമപ്രവർത്തനമൊക്കെ ആണെങ്കിൽ മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ ഏറ്റവും ബെസ്റ്റ് അത്രയും ഔട്ട്പുട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൃഥ്വിരാജിനെയൊക്കെ പോലുള്ളവർ ഈ ഇത്തരത്തിലുള്ള അയാളുടെ ഭാര്യയുടെയൊക്കെ ഓരോ അടിച്ചേൽപ്പിക്കലുകൾ മൂലം ആ എമ്പുരാനിനകത്ത് അത്തരം സീനുകൾ കടന്നു വന്നത്. ഒരുപക്ഷെ മോഹൻലാൽ അതൊന്നും ചിന്തിച്ചു പോലും ഉണ്ടാവില്ല ഇത് അഭിനയിക്കുന്ന സമയത്ത്. പിന്നീട് ഇത് വിവാദമായപ്പോഴായിരിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതും മറ്റും. പക്ഷേ അത് അദ്ദേഹത്തെ കരുവാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. അതേ സംഭവിച്ചത് അദ്ദേഹം പിന്നെ ഖേദം പ്രകടിപ്പിക്കുന്നതോടുകൂടി നിലവിലുള്ള പ്രേക്ഷകർ കുറേ പേർ പോവുകയും പുതിയ ആൾ ഇത് എഡിറ്റ് ചെയ്ത് പിന്നെ വന്നപ്പോൾ പുതിയ കുറേ പേർ കാണാതിരിക്കുകയും, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു വേട്ടയാടുന്ന ഹലാലേട്ടൻ എന്ന് പോലും പറഞ്ഞുകൊണ്ട് വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഏതോ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടും ഒക്കെ വിവാദം തുടരുകയാണ്. പക്ഷേ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കൃത്യമായി ചെയ്യുന്നു. അതാണ് ആ തുടരും എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ പഴയ ലാലേട്ടനെ നമുക്കതിൽ തിരിച്ചു കിട്ടി. വളരെ മനോഹരമായ ഒരു സിനിമയാണത്. അതോടൊപ്പം തന്നെ അതിൽ ഈ സീൻസൊക്കെ കുളിമുറിയിൽ ആ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കരയുന്ന ആ ഒരു അഭിനയമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മറ്റേ എന്തോ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അദ്ദേഹത്തിനിപ്പം കണ്ണ് മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അതിനൊക്കെ മാറ്റം വന്നു. വളരെ പോസിറ്റീവാണ്. അത് തരുൺമൂർത്തി തന്നെ പറഞ്ഞത്, അദ്ദേഹം അത് ആ ഒരു കുളിമുറി സീൻ ചിത്രീകരിക്കുന്ന സമയത്ത് വലിയ പേടിയുണ്ടായിരുന്നു തരുൺമൂർത്തി. കാരണം കുറേ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. 65 വയസ്സുള്ള മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ലാലേട്ടനോട് പറഞ്ഞു, ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, മുഖത്ത് കൈവയ്ക്കാതെ കരയണം. അതൊരു വലിയ ടാസ്ക്കാണ്. നമുക്കറിയാം, നമ്മൾ അഭിനയിക്കുമ്പോൾ കരയുമ്പോൾ എങ്ങനെയായാലും മുഖത്ത് കൈവയ്ക്കേണ്ടി വരും. ലാലേട്ട മുഖത്ത് കൈവയ്ക്കാതെ കരയണം, അതാണ് ഇതിനകത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു. അങ്ങനെ മുഖത്ത് അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ സീൻ തുടങ്ങി അദ്ദേഹം മുഖത്ത് കൈവയ്ക്കാതെ അസാമാന്യ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റിട്ട് വീണ്ടും വീണപ്പോൾ തരുൺമൂർത്തി കരുതിയത് അവിടെ തെന്നി വീണതാണെന്നാണ്. അപ്പോൾ പുള്ളി കട്ട് പറയാൻ പോയപ്പോൾ ക്യാമറമാനെ നോക്കിയപ്പോൾ ക്യാമറമാൻ എന്തോ ഒരാംഗ്യം കാണിച്ചു. അപ്പോൾ കട്ട് പറഞ്ഞില്ല. അദ്ദേഹം ഈ വീണതിന് ശേഷവും കിടന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സംശയം ഇനി വീണതാണോ എന്താണെന്നറിയില്ല. പക്ഷേ അദ്ദേഹം അതിമനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ച് അവസാനം ആ ഷോട്ട് കുറേ നീണ്ടു പോയതിന് ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഇവരെല്ലാവരും കൂടെ ഓടി ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, എന്തെങ്കിലും സംഭവിച്ചോ, വീണോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നപ്പം ലാലേട്ടൻ ചോദിച്ചത്, എന്താ എല്ലാവരും കൂടെ ഓടി വന്നത്, എന്ത് പറ്റി? അല്ല ലാലേട്ടൻ വീണ് എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ പറഞ്ഞു, അല്ല അത് ഞാൻ ഇതിൻ്റെ ആ ഒരു സീനിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇവർ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഒരു ഡെഡിക്കേഷനുള്ളൊരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തെ നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരു 40 ആണല്ലോ. അപ്പോൾ ആ ജനിച്ച കാലം മുതൽ നമ്മൾ കാണുകയാണ് അദ്ദേഹത്തെ. ഞാൻ 40ലേക്ക് അടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജനിച്ച കാലം മുതൽ നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ് പല സിനിമകളിലൂടെ. അന്നു മുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ, കിലുക്കവും സ്ഫടികവും
അങ്ങനെ തുടങ്ങി ഇപ്പോഴും അദ്ദേഹം നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് നമ്മുടെ എല്ലാം മുന്നിൽ. അതുമാത്രമല്ല എൻ്റെ അച്ഛന് ഏകദേശം 75 വയസ്സിന് മുകളിലുണ്ട്. അദ്ദേഹവും മോഹൻലാൽ സിനിമ കാണും. എൻ്റെ ഏറ്റവും ഇളയ മകൾ, അവൾക്ക് 7 വയസ്സേ ഉള്ളൂ, അവളും എൻ്റെ മോഹൻലാലിൻ്റെ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയി കാണുന്നത്. അപ്പം ആ കുട്ടിക്കും ആസ്വദിക്കാൻ കഴിയുന്നു, എനിക്കും ആസ്വദിക്കാൻ കഴിയുന്നു, എൻ്റെ അച്ഛനും ആസ്വദിക്കാൻ കഴിയുന്നു. 3 ജനറേഷനാണ്. അത് കളിച്ച കാര്യമല്ല. ഒരു സിനിമയിൽ 50 വർഷമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കൊണ്ടും സാധ്യമല്ല. അതും ഒരു മെഗാ സ്റ്റാറായി തന്നെ നിൽക്കുകയാണ്, അല്ലാതെ മാറിപ്പോവുമല്ല. നമ്മൾ എന്നു മുതൽ അദ്ദേഹത്തെ കാണുന്നോ അതുപോലെ ഹിറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊഫഷനോട് എന്തുമാത്രം ഡെഡിക്കേഷൻ അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ശരിയാണ്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാൽ. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഏത് നടനെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയും മോഹൻലാൽ. അതിനപ്പുറം വേറൊരു പേരില്ല, യാതൊരു സംശയവും അക്കാര്യത്തിലുമില്ല. പക്ഷേ എനിക്ക് ചില കാര്യത്തിനകത്ത് വിയോജിപ്പുണ്ട്. മുൻപത്തെ മോഹൻലാലിനല്ല, എമ്പുരാനിന് ശേഷവും എമ്പുരാനിന് മുമ്പും എന്ന് പറയുന്ന മോഹൻലാലിനെ രണ്ടായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയും. മോഹൻലാലല്ല, ഇനി ആരായാലും ഈ ലോകത്ത് ഏതൊരു വ്യക്തിയായാലും ശരി തന്നെ, എനിക്ക് ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രഥമ പരിഗണന ആ രാജ്യമാണ്, അവൻ്റെ രാജ്യമാണ്, ഭാരതമാണ്. ഭാരതം കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും നമ്മൾ, ഏതറ്റം വരെയും പോകും, ഒരു മടിയും ഉണ്ടാകില്ല അതിന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മളുടെ വിശ്വാസം. മൂന്നാമത് നമ്മുടെ രാഷ്ട്രീയം വരുന്നുള്ളൂ. പക്ഷേ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ വിശ്വാസവും എല്ലാം എൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ്, രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിശ്വാസത്തിനുമൊക്കെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു നിലപാടെടുത്ത ഒരാളിനെ ആ കാര്യത്തിൽ വിമർശിച്ചേ പറ്റുള്ളൂ. അതിന് മോഹൻലാലല്ല, ഏത് തമ്പുരാനായാലും വിമർശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായി പറഞ്ഞിരിക്കും എന്താണ് മോഹൻലാൽ എമ്പുരാനിൽ കാണിച്ചു വെച്ചത് എന്നുള്ളതാണ്. പൃഥ്വിരാജ് ആയിരിക്കും കൊണ്ടുപോയി കുഴിയിടിച്ച് അടിച്ചത്. പൃഥ്വിരാജിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഈ പൃഥ്വിരാജ് മുമ്പ് കരഞ്ഞുകൊണ്ട് വന്ന് പലരുടെയും കാല് പിടിച്ച കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ പണി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനോട് യാതൊരു ക്ഷമയും ഒരു തരത്തിലുള്ള സഹതാപവും കാണിക്കേണ്ടതില്ല. പൃഥ്വിരാജ് തിരുത്തിയേ പറ്റുള്ളൂ. അത് ഏതറ്റം വരെ പോയാലും ഇമാതിരി പണിയുമായിട്ട് ഈ മണ്ണിൽ ഇനി കാല് കുത്തി പോരുത് എന്നുള്ളത് കൃത്യമായി മലയാളിയും ഇന്ത്യയെ സ്നേഹിക്കുന്നവരും ഭാരതത്തെ സ്നേഹിക്കുന്നവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മോഹൻലാലല്ല, ഇനി ആരായാലും ശരി തന്നെ, ഏത് കൊലകൊമ്പനായാലും ഏത് കൊലകൊമ്പൻ്റെ പിറന്നാളായാലും ശരി തന്നെ, കൃത്യമായിട്ട് പറയും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ്, നമ്മളുടെ വിശ്വാസമാണ്, നമ്മളുടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. അവിടെ അതിനൊക്കെ വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ സമാധാനത്തിനും രാജ്യത്തിൻ്റെ താല്പര്യത്തിനും എതിരായിട്ട് ഗോദ്ര കലാപം പോലുള്ള ഏറ്റവും വലിയ അതൊരു വലിയ ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണത്തിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ സൈഡ് ലൈൻ ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ, നമ്മളൊരു പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷനെ കാണിച്ചിട്ട് അതാണ് തെറ്റ് എന്ന് പറയുന്ന രീതിയല്ല. ആ റിയാക്ഷനെ കാര്യം എന്തെന്ന് ആലോചിക്കണം, അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത മോഹൻലാലിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ മോഹൻലാൽ എനിക്ക് പ്രിയപ്പെട്ട നടനാണ്, എന്നും പ്രിയപ്പെട്ട ലാലേട്ടനാണ്, യാതൊരു സംശയവുമില്ല. ആ നടനെ എന്നും ആദരിക്കും, എന്നും ബഹുമാനിക്കും. ഹലാലേട്ടൻ എന്ന് പറയുന്ന വിളി, ദുബായിൽ പോയി മൗദൂദികളുടെ കാലിൽ വീഴുന്ന ലാലേട്ടനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ലാലേട്ടന് പിറന്നാൾ ആശംസകളെല്ലാം നമ്മൾ നേരും, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും, അദ്ദേഹത്തിന് ഈ പറയുന്ന സിനിമകളെല്ലാം കാണും. അദ്ദേഹത്തിനോട് വലിയ ആദരവും സ്നേഹവും തന്നെയാണ്. ഈ കാര്യം മാത്രം ഒഴിച്ചത്. അപ്പോൾ ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് മോഹൻലാലിനുള്ള പിറന്നാൾ ആശംസകൾ നമ്മൾ നേരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.